أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലുള്ള 30-ാം അധ്യായം സൂറത്തുർ റൂം, റോമാക്കാർ, അതിൻ്റെ 15-ാം സൂക്തം മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഫഹും ഫീ റൗളത്തിൻ യുഹ്ബറൂൻ. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ ഒരു പൂന്തോട്ടത്തിൽ ആനന്ദമനുഭവിക്കുന്നതായിരിക്കും. ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ എന്ന് പറയുന്നത് റൗളത്ത്, പൂന്തോട്ടം, പൂന്തോപ്പ്. അതിൻ്റെ ബഹുവചനം റൗളാത്ത് എന്നാണ്. യുഹ്ബറൂൻ എന്ന് പറഞ്ഞാൽ ആനന്ദം നൽകപ്പെടും, മജ്ഹൂലായിട്ടുള്ള ഒരു പ്രയോഗമാണ്. എന്നാൽ അതിൻ്റെ മാളി ഹബറ യഹ്ബുറു, ഹബ്റൻ, അതാണ് മാളി മുളാരിയും മസ്ദറും. ഹബറ ആനന്ദമുണ്ടായി, യഹ്ബുറു ആനന്ദമുണ്ടാകുന്നു എന്നാണ്. എന്നാൽ യുഹ്ബറൂൻ എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമടയും, സന്തോഷം നൽകപ്പെടും, ആനന്ദം നൽകപ്പെടും എന്നർത്ഥം. അപ്പോൾ വിശ്വസിക്കുകയും അതുപോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് പൂന്തോട്ടത്തിൽ ആനന്ദമനുഭവിക്കുന്ന, സന്തോഷം അടയുന്ന ആ ഒരു സാഹചര്യം നൽകപ്പെടും എന്നുള്ളതാണ്. സുഖങ്ങൾ നൽകപ്പെടുന്ന ഈമാനും അമലു സ്വാലിഹാത്തുകളും. ആ രണ്ട് ഘടകങ്ങളുള്ള ആളുകൾക്കാണ് പാരത്രികമായിട്ടുള്ള വിജയം എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. എത്രയോ വചനങ്ങളിൽ അതുണ്ട്. ഒരു മനുഷ്യന് ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ശരിയായ ഈമാന് വേണം. വിശുദ്ധ ഖുർആനും സഹിഹായ തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന ഈമാന് വേണം. ഈമാൻ കാര്യങ്ങൾ 6 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഈമാനു ബില്ലാഹി അസ്സ വജൽ, അതോടൊപ്പം തന്നെ അൽ ഈമാനു ബിൽ മലായിക, അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലെ വിശ്വാസം. 1 അള്ളാഹുവിലെ വിശ്വാസമുണ്ട്, മലായികത്തുകളിലെ വിശ്വാസം 3, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം 4, അംബിയ മുർസലീങ്ങളിലെ വിശ്വാസം 5, ആഖിറത്തിലുള്ള വിശ്വാസം 6, ഖൈറും ഷർറും അല്ലാഹുവിൻ്റെ ഖദർ കൊണ്ടാണെന്നുള്ള വിശ്വാസം. ഇങ്ങനെ 6 കാര്യങ്ങൾ. ആ ഈമാൻ കാര്യങ്ങളെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, സഹിഹായ തിരുസുന്നത്ത് മുന്നോട്ട് വെക്കുന്ന ഈമാൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻഫലമുള്ള നന്മകൾ, ആ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് പാരത്രിക വിജയമുള്ളത്. പരലോകത്ത് സ്വർഗത്തോപ്പുകളിലായിരിക്കും. അവിടെ അവർ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറ ആലു ഇമ്രാൻ, അതിൻ്റെ 57-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത് വഅമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഫയുവഫീഹിം ഉജൂറഹും വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. എന്നാൽ ഈമാനും സൽക്കർമ്മവും, ഈമാൻ സ്വീകരിക്കുകയും എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ പ്രതിഫലം പൂർണ്ണമായി നൽകും. അള്ളാഹു തആല അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അതേ അധ്യായം സൂറ ആലി ഇംറാൻ 107-ാമത്തെ വചനം നോക്കൂ. വഅമ്മല്ലദീന ബിയല്ലത്ത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹി ഹും ഫിഹാ ഖാലിദൂൻ. എന്നാൽ തങ്ങളുടെ മുഖങ്ങൾ വെളുത്ത സുന്ദരമായിട്ടുള്ളവർ, ഫഫീ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് അവർ അതിൽ നിത്യവാസികളായിരിക്കും. പരലോകത്ത് വിജയം നേടിയിട്ടുള്ള ആളുകളുടെ മുഖത്തുള്ള ശോഭ, അവരുടെ മുഖത്തുള്ള പ്രകാശം, അതാണ് സൂചിപ്പിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലായിരിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. 4-ാം അധ്യായം സൂറത്തു നിസാ 173 അല്ലാഹു തആല പറയുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്
എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ഫയുവഫീഹിം ഉജൂറഹും, അവരുടെ പ്രതിഫലങ്ങൾ, കൂലി അത് അല്ലാഹു തആല അവർക്ക് പൂർണ്ണമായി നൽകും. വയസീദുഹും മിൻ ഫളിഹി, തൻ്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു നൽകും. അതാണ് അവിടെ പറയുന്നത്. മറ്റൊരു വചനം കൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക. സൂറത്ത് ഹൂദ് 108. വഅമ്മല്ലദീന സുഇദൂ ഫഫിൽ ജന്ന, എന്നാൽ സൗഭാഗ്യമടഞ്ഞവർ അവർ സ്വർഗത്തിലായിരിക്കും. ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും ഉള്ളയിടത്തോളം കാലം അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഇല്ലാ മാ ശാഅ റബ്ബുക, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചവരൊഴികെ. അത്വാഅൻ ഗൈറ മജ്ദൂദ്, നിശ്ചലമാകാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരിക്കും, ദാനമായിരിക്കും. അത് വിശുദ്ധ ഖുർആൻ സൂറ ഹൂദ് 108 പറയുന്ന ഒരു കാര്യമാണ്. നിലച്ചു പോകാത്ത ഒരു ദാനം, അതാണ് അത്വാഅൻ ഗൈറ മജ്ദൂദ് എന്ന് പറയുന്നത്. വഅമ്മല്ലദീന സുഇദൂ, സൗഭാഗ്യം സിദ്ധിച്ച ആളുകൾ, സൗഭാഗ്യം ലഭിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ഫഫിൽ ജന്ന, എന്താണ് ഈ സൗഭാഗ്യം ലഭിക്കപ്പെട്ട ആളുകൾ? ഈമാനും അമലു സ്വാലിഹാത്തുകളും ഒക്കെ അനുസരിച്ച് അങ്ങനെ ഈ ലോകത്തുനിന്ന് മരണമടയുന്നത് വരെ ശരിയായ വിശ്വാസം നെഞ്ചേറ്റിക്കൊണ്ട്, അതുപോലെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുന്ന ആളുകൾ. അതാണ് അടുത്ത വചനം. വഅമ്മല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ വലിഖാഇൽ ആഖിറ ഫഉലൈക ഫിൽ അദാബി മുഹ്ളറൂൻ, എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടലിനെയും വ്യാജമാക്കുകയും ചെയ്തിട്ടുള്ളവരാരോ അവർ അദാബിൽ അഥവാ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു. അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ മുഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നവർ. ഹലറ എന്ന് പറഞ്ഞാൽ ഹാജരായി, യഹ്ലുറു എന്ന് പറഞ്ഞാൽ ഹാജരാകുന്നു എന്നർത്ഥം. ഇവിടെ മുഹ്ലിർ ഹാജരാക്കുന്നവൻ, മുഹ്ലർ ഹാജരാക്കപ്പെടുന്നവൻ, മുഹ്ലറൂൻ ഹാജരാക്കപ്പെടുന്നവർ. അതാണ് 3 കാര്യങ്ങളാണ്. 1 അവിശ്വസിക്കുക, 2 അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക, 3 പരലോകത്ത് കണ്ടുമുട്ടുന്നത്, പരലോകത്ത് സ്വർഗവും നരകവും വിചാരണയും ആ മഹ്ശറയും അവിടുത്തെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും അതോടൊപ്പം തന്നെ നിസ്സഹായാവസ്ഥയും ഒക്കെ ആ കണ്ടുമുട്ടലിനെ നിഷേധിക്കുക. ഈ 3 വലിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഫഉലൈക അകൂതർ ഫിൽ അദാബ്, ശിക്ഷയിൽ മുഹ്ളറൂൻ ഹാജരാക്കപ്പെടുന്നവരാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നിസാ 4-ാം അധ്യായം 173 വഅമ്മല്ലദീന സ്തൻകഫൂ വസ്തക്ബറൂ ഫയുഅദ്ദിബുഹും അദാബൻ അലീമാ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയം വലാ നസീറാ. അല്ലാഹു തആല പിന്നെ ആളുകളെ സംബന്ധിച്ച് അവിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചിട്ടുള്ള ആളുകൾ, അഹങ്കാരികൾ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ആവർത്തിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് സൂറത്ത് അൻ-നിസാ 173. എന്താ പറയുന്നത്? എന്നാൽ വൈമനസ്യം കാണിക്കുകയും, സത്യം സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കാതെ വൈമനസ്യം കാണിക്കുക, അതോടൊപ്പം തന്നെ വസ്തക്ബറൂ, അഹങ്കാരം നടിക്കുക, ഇതൊക്കെ ചെയ്ത ആളുകളെ ഫയുഅദ്ദിബുഹും അദാബൻ അലീമ, കഠിനമായിട്ടുള്ള വേദനയേറിയിട്ടുള്ള ശിക്ഷ അള്ളാഹു വരെ ശിക്ഷിക്കും. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയം വലാ നസീറ, അവർക്ക് അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ ഒരു ഉറ്റമിത്രത്തെയോ സഹായിയെയോ അവർ കണ്ടെത്തുകയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ്. അടുത്ത വചനം, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ, ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലാകുമ്പോഴും പ്രഭാതവേളയിലാകുമ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. ഇതിൽ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുബ്ഹാൻ ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
എന്നാൽ സുബ്ഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ തസ്ബീഹ് നടത്തുക, പ്രകീർത്തനം ചെയ്യുക, പരിശുദ്ധിയെ വാഴ്ത്തുക എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുന്നു. ഇപ്പോൾ സബ്ബഹ യുസബ്ബിഹു, സബ്ബഹ പറഞ്ഞാൽ വാഴ്ത്തി പ്രകീർത്തിച്ചു എന്നൊക്കെയാണ്. ഇതിൻ്റെ മസ്ദറാണ് സുബ്ഹാൻ. പക്ഷേ ഈ സുബ്ഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ പറയണമല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? റബ്ബിൻ്റെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ പ്രകീർത്തനം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ പ്രകീർത്തനം ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ പ്രകീർത്തനം ചെയ്യുവിൻ എന്നുള്ള ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, ആ രൂപത്തിൽ അതിന് അർത്ഥം നൽകും. അതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ രണ്ട് അർത്ഥവും അതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫസുബ്ഹാനല്ലാഹി, അപ്പോൾ അല്ലെങ്കിൽ ആകയാൽ അള്ളാഹുവിൻ്റെ ആ പ്രകീർത്തനം നടത്തുവിൻ, അള്ളാഹുവിന് പ്രകീർത്തനം നടത്തുവിൻ. ഹൈന തുംസൂൻ, നിങ്ങൾ സന്ധ്യാസമയത്തിലാകുമ്പോൾ എന്നർത്ഥം. ഹൈന തുംസൂൻ എന്ന് പറഞ്ഞാൽ അതായത് ഹൈന തദ്ഖുലൂന ഫിൽ മസാ എന്നർത്ഥം, വൈകുന്നേരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എന്ന്. അപ്പോൾ ഇവിടെ അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി, യുംസി വൈകുന്നേരമാകുന്നു, ഇംസ വൈകുന്നേരമാകൽ, അംസ യുംസി, യുംസി തുംസി തുംസൂൻ, നിങ്ങൾ വൈകുന്നേരമാകുന്നു. ശരി, അപ്പോൾ ഈ ആയത്തിൽ അടുത്ത ആയത്ത് കൂടെ നമുക്ക് പറഞ്ഞതിൻ്റെ വിശദീകരണം പറയാവുന്നതേ ഉള്ളൂ. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർള് വഅശിയൻ വഹീന തുൽഹിറൂൻ, ആകാശങ്ങളിലും ഭൂമിയിലും സ്തുതിയും അവന് തന്നെ, സായാഹ്ന സമയത്തും സ്തുതികൾ അവന് തന്നെയാണ്. നിങ്ങൾ മധ്യാഹ്ന വേളയിലാകുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുക എന്നാണ്. അതാണ് ആയത്തിൻ്റെ അർത്ഥം. വലഹു, അവനുള്ളതാണ്, അൽ ഹംദ് എല്ലാ സ്തുതികളും, ഫിസ് സമാവാത് ആകാശങ്ങളിൽ, വൽ അർള് ഭൂമിയിൽ, വഅശിയൻ, അഷിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായാഹ്നത്തിൽ, വൈകുന്നേരത്തിൽ എന്നർത്ഥം, സായാഹ്ന വേള, അതാണ് അഷിയൻ. വഹീന തുൽഹിറൂൻ, മധ്യത്തിൽ ളുഹറിൻ്റെ ടൈം ആകുമ്പോഴും. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് ആയത്തുകളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തുവാനും അതുപോലെ തന്നെ പ്രകീർത്തിക്കുവാനും സ്തുതികൾ അർപ്പിക്കുവാനും നിർദ്ദേശിച്ചിട്ടുള്ള സമയങ്ങളാണ്. അപ്പോൾ ഈ സമയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാഴ്ത്താനും പ്രകീർത്തിക്കുവാനും ഒക്കെ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത് നമസ്കാരമാണ്, നമസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ അറിയുക. അപ്പോൾ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീർ നൽകിയ കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂൻ എന്ന് പറയുന്നല്ലോ. അപ്പോൾ ഈ ആയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അന്നഹു ഖിതാബുൽ ലിൽ മുഅ്മിനീന ബിൽ അംരി ബിൽ ഇബാദ, അല്ലാഹു തആല സത്യവിശ്വാസികളോട് സംഭാഷണം നടത്തുകയാണ് കൽപ്പിച്ചുകൊണ്ട്. എന്ത് കൽപ്പിച്ചുകൊണ്ട്? ബിൽ ഇബാദത്തി, ആരാധന നിർവഹിക്കണമെന്ന്. വൽ ഹല്ലി അല സ്വലാത്ത് ഫി ഹാദിഹിൽ ഔഖാത്ത്, ഈ സമയങ്ങളിൽ നമസ്കാരം നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രേരണയും നൽകുകയാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു ഫിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ 5 നേരത്തെ നമസ്കാരമുണ്ട്. ഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അയിന, എവിടെയാണ് ഖുർആനിൽ 5 നേരത്തെ നമസ്കാരം? ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറയാണ്, ഖാലല്ലാഹു തആല ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന, അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തുവിനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ സ്വലാത്തുൽ മഗ്രിബ് സ്വലാത്ത് അവിടെ വന്നു. വൈകുന്നേരമാകുമ്പോഴാണല്ലോ അള്ളാഹുവിനെ വാഴ്ത്തേണ്ടത്. അപ്പോൾ മഗ്രിബ് വന്നു, വൽ ഇഷായും വന്നു, 2 വക്തായാലും. വഹീന തുസ്ബിഹൂൻ, അതേ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ എന്താ? പ്രഭാതമാകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോഴും. അതെന്താണ്? സ്വലാത്തുൽ ഫജ്ർ, സുബഹി നമസ്കാരം. അപ്പോൾ 3 വക്ത് വന്നു, മഗ്രിബ്, ഇഷാ, ഫജ്ർ വന്നു. പിന്നെ ഇതേ ആയത്തിൽ എന്ത് ചെയ്തു? വഅശിയൻ എന്ന് വന്നു. അഷിയൻ എന്ന് വൈകുന്നേരത്തിൽ അല്ലെങ്കിൽ സായാഹ്നത്തിൽ. അതെന്താണ്? അസറിനെ സംബന്ധിച്ച. വഹീന തുൽഹിറൂൻ, അതുപോലെ മധ്യാഹ്ന വേളയിൽ ളുഹറിൻ്റെ ടൈമിന്.
അപ്പം അങ്ങനെ അൽ-ളുഹർ അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മാത്രമല്ല, വഖാലഹു ലഹാഖ് വ സഈദ് ഇബ്നു ജുബൈർ, ഇമാം ലഹാഖും സഈദ് ഇബ്നു ജുബൈറും ഒക്കെ അത് അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 5 വക്തും ഖുർആനിൽ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള പരാമർശങ്ങളല്ല, ഈ ആയത്തിൽ നിന്ന് നമുക്കത് 5 വക്തും കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഈ ആയത്ത് ശരിക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഉണർത്തുവാനുള്ളത്. അപ്പോൾ അടുത്ത വചനം, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. അടുത്ത വചനമാണ്, അവൻ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു ഇതിൽ നിന്ന് നിർജീവമായതിനെ ജീവനുള്ളതിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. ഭൂമി അത് നിർജീവമായ ശേഷം അതിനെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നു. അപ്രകാരമാണ് നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്നതും. അതാണ് ആയത്തിൻ്റെ അർത്ഥം. അതായത് അല്ലാഹു തആല മനുഷ്യൻ അവന് രണ്ടാമത് മരണാനന്തരം വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടും. അല്ലാഹു തആല അവനെ പുനരുജ്ജീവിപ്പിക്കും എന്ന് വ്യക്തമായിട്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അതാണ് ഈ ആയത്തിൽ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു പദം എന്ന് പറയുന്നത് യുഖ്രിജു, അഖ്റജ പുറപ്പെടുവിച്ചു, യുഖ്രിജു പുറപ്പെടുവിക്കുന്നു, ഇഖ്റാജ് എന്നാണ് അതിൻ്റെ മസ്ദർ, പുറപ്പെടുവിക്കൽ. ജീവനുള്ളതിന് നിർജീവമായതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു. അതുപോലെ നേരെ മറിച്ചും. എന്ന് മാത്രമല്ല, നിർജീവമായ ഭൂമിയെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു ജഡം കണക്കെ ഭൂമി പറ്റി വരണ്ട് കിടക്കാൻ, ആ ഭൂമിയിൽ നിന്ന് അല്ലാഹു സസ്യലതാദികളെ മുളപ്പിച്ചു കൊണ്ടുവരാൻ. എന്നതുപോലെ മനുഷ്യൻ മരിച്ച് മണ്ണായി എല്ലായി നുരുമ്പിച്ചു പോയി, എന്നാലും അല്ലാഹു തആല അവനെ ജീവിപ്പിക്കും. പിന്നെ ഇവിടെ മനുഷ്യർ, ജീവനുള്ള മനുഷ്യരിൽ നിന്ന് ഇന്ദ്രിയം പുറത്തു വരികയാണ്. അതുപോലെ പക്ഷിയിൽ നിന്ന് ഒരു മുട്ട പുറത്തു വരികയാണ്. അപ്പോൾ ഇങ്ങനെ നിർജീവമായതിൽ നിന്ന് ജീവികളും ജീവികളിൽ നിന്ന് നിർജീവ വസ്തുക്കളും പുറത്തു വരുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും മനുഷ്യന് മരിച്ച് അവന് എവിടെ സമുദ്രത്തിലാകട്ടെ വനാന്തരങ്ങളിലാകട്ടെ എവിടെ അവൻ്റെ ബോഡി നഷ്ടപ്പെട്ടാലും ശരി അവന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യമാണ്. കദാലിക അപ്രകാരം തുഖ്റജൂൻ, നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഉറപ്പായിട്ടും പരലോക ജീവിതം സത്യമാണ്. അവിടെ പുനരുജ്ജീവിപ്പിക്കപ്പെടും. സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.